നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയ നടപടി നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണയ രീതി CBSE സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നതായ ഹർജിയിലാണ് വിധി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മുളങ്കുന്നത്ത്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസന മുന്നേറ്റത്തിന് കർമ്മ പദ്ധതിയുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം. കുറഞ്ഞ നിരക്കിൽ പരിശോധനകൾ ലഭ്യമാക്കാൻ അത്യാധുനിക HDS ലാബുടൻ. HDS വഴി ഡയാലിസിസ് യൂണിറ്റും CT സ്കാൻ മെഷീനും ആരംഭിക്കും. വിവിധ വകുപ്പുകളിൽ നിയമനം നടത്തുന്നതിനും അനുമതി. സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നതിനും തീരുമാനം. ജനറൽ ബോഡി യോഗം അടുത്ത മാസം. പുറ്റേക്കര സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവിന്റെ കയ്യൊപ്പുമായി വിജയോത്സവം. മികവ് 2025 കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ പഞ്ചഗുസ്തി സ്വർണ്ണ മെഡൽ ജേതാവ് ആൻഡ്രിയ ജോണിനെ ആദരിച്ചു. SSLC +2 USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം. അക്കാദമിക് രംഗത്ത് മികവിന്റെ കയ്യൊപ്പുമായി ജൈത്രയാത്ര തുടർന്ന സ്കൂൾ. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഭാഗികം. സംസ്ഥാനത്ത് ഗ്രാമപ്രദേശങ്ങളിൽ പോലും കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ബസ്സുകളും ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. നാടും നഗരവും പ്രതിഷേധ പ്രകടനങ്ങളുടെ പ്രകമ്പനത്തിൽ മുങ്ങി. സംസ്ഥാന ഭരണസിരാ കേന്ദ്രം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. ആകെയുള്ള 4686 ജീവനക്കാരിൽ ജോലിക്കെത്തിയത് 423 പേർ. മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് സേവർ ചിറ്റലപ്പള്ളി MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് TN പ്രതാപൻ. അത്താണിയിൽ നടന്ന പ്രകടനത്തിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ. കൈപ്പറമ്പ് പഞ്ചായത്തിലും പണിമുടക്ക് പൂർണ്ണം. ഗുരുവായൂരിൽ 124 ഗ്രാം ഹാഷിഷുമായി യുവാവ് ചാവക്കാട് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. കണ്ടാണശ്ശേരി സ്വദേശി 24-കാരൻ അൻസാറിനെയാണ് പിടികൂടിയത്. തീരദേശ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് അൻസാർ എന്ന എക്സൈസ്. 1.5 കിലോ കഞ്ചാവുമായി പിടിയിലായി. 55 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു. ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും ലഹരി വിൽപ്പന. ദേശീയ പണിമുടക്കിൽ പെട്ടിക്കടകൾ വരെ അടഞ്ഞുകിടന്നപ്പോൾ അംബാനിയുടെ സ്ഥാപനങ്ങൾക്ക് സുഗമ പ്രവർത്തനം. സ്മാർട്ട് ബസാറുകൾ തുറന്നു പ്രവർത്തിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ച സമരക്കാർ. കടുത്ത പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. യൂണിയൻ നേതാക്കളെ വിവരമറിയിച്ചിട്ടും പണിമുടക്കിൽ കണ്ണിയാക്കാൻ തയ്യാറാകാതിരുന്നത് തങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യം. ഇതാണ് നിലപാടെങ്കിൽ ഇനി ഒരു പണിമുടക്കിലും സഹകരിക്കില്ലെന്ന് ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ. ഷൊർണൂർ തൃശൂർ റെയിൽപാളത്തിൽ അകമലയിൽ പാളം ദുർബലമായിടത്ത് അതീവ ഗൗരവത്തോടെ അറ്റകുറ്റപ്പണി. കഴിഞ്ഞ രാത്രിയിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടത് 2.5 മണിക്കൂർ. മറ്റ് ട്രെയിൻ സർവീസുകളും താറുമാറായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിനം കൂടി കനത്ത മഴ. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 13-ന് തൃശൂർ ജില്ലയിൽ മഞ്ഞ ജാഗ്രത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധം. കേരള സർവകലാശാല മാർച്ചിലെ സംഘർഷത്തിൽ 30 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിൽ വിദ്യാർത്ഥി രോഷം. സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച പഠിപ്പ് മുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്ത SFI വിദ്യാലയങ്ങളുടെയും കോളേജുകളുടെയും പ്രവർത്തനം സ്തംഭിക്കാൻ സാധ്യത.